وأظلنا شهر السلام ضيف يزور بكل عام فإذا أهل هلاله في الكون ينحسر الظلام. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഏറ്റവും ശ്രേഷ്ഠമായൊരു രാത്രിയാണ് ലൈലത്തുൽ ഖദർ. ജനങ്ങൾക്ക് സത്യാസത്യങ്ങൾ വേർതിരിച്ചു കൊടുക്കുന്നതും നന്മ തിന്മകൾ മനസ്സിലാക്കി കൊടുക്കുന്നതുമായ പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണം ഈ അനുഗ്രഹീത രാത്രിയിലാണ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രമാത്രം വലിയ മഹത്വം ഈ രാത്രിക്ക് നൽകിയിട്ടുള്ളതും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രാത്രിയുടെ മഹത്വം പറയാൻ ഒരു സൂറത്ത് തന്നെ വിശുദ്ധ ഖുർആനിൽ അവതരിപ്പിച്ചു. നമുക്കെല്ലാവർക്കും അറിയാം 97-ാം അധ്യായം സൂറത്തുൽ ഖദർ. സൂറത്തുൽ ഖദറിൽ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ഒരു ഖദറിൻ്റെ രാത്രിയിലാണ് ആ വിശുദ്ധ ഖുർആനിനെ നാം അവതരിപ്പിച്ചിട്ടുള്ളത്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. എന്താണ് ആ ഖദറിൻ്റെ രാത്രി എന്ന് പറഞ്ഞാൽ നിനക്കറിയുമോ? ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ഷഹർ. 1000 മാസത്തേക്കാൾ ഉത്തമമായ ഒരു രാത്രിയാകുന്നു അത്. ആ രാത്രിയിലാവട്ടെ തനസ്സലുൽ മലായികത്തു വർ-റൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. എല്ലാവിധ കൽപ്പനകളുമായി തങ്ങളുടെ രക്ഷിതാവിൻ്റെ അനുവാദപ്രകാരം മലക്കുകളും മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും ഇറങ്ങി വരും എന്നുള്ളതാണ്. എന്നിട്ട് റബ്ബ് പറയുകയാണ്, സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. പ്രഭാതോദയം വരെ അന്ന് ആ രാത്രി സമാധാനമായിരിക്കും എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ സുഹൃത്തുക്കളെ, 44-ാം അധ്യായം സൂറത്തു ദുഖാനിൻ്റെ ആദ്യ ഭാഗത്തും ആ പരിശുദ്ധമായ രാത്രിയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തി തരുന്നുണ്ട്. എന്താണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്? ഹാമീം വൽ കിതാബിൽ മുബീൻ. സ്പഷ്ടമായ വ്യക്തമായ ഗ്രന്ഥം തന്നെയാണ് ഖുർആൻ, തന്നെയാണ് സത്യം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. അനുഗ്രഹീതമായ ഒരു രാത്രിയിലാണ് നാം ആ വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇന്നാ കുന്ന മുൻദിരീൻ. തീർച്ചയായും നാം താക്കീത് നൽകുന്നവനുമാണ്. ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം. യുക്തിമത്തായ സർവ കാര്യങ്ങളും വേർതിരിച്ച് വിവരിക്കപ്പെട്ടിട്ടുള്ളത് ആ രാത്രിയിലാകുന്നു. അംറൻ മിൻ ഇൻദിനാ ഇന്നാ കുന്ന മുർസിലീൻ. അഥവാ നമ്മുടെ പക്കൽ നിന്നുള്ള കൽപ്പനകൾ, അഥവാ നമ്മുടെ പക്കൽ നിന്നുള്ള കൽപ്പനകളുമായിട്ട് ഇന്നാ കുന്ന മുർസിലീൻ. തീർച്ചയായും നാം പ്രവാചകന്മാരെ നിയോഗിക്കുകയും ചെയ്യുന്നതാണ്. റഹ്മത്തൻ മിൻ റബ്ബിക്. നിന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള കാരുണ്യമായിട്ടാണ് ആ പ്രവാചകന്മാരെ നാം നിയോഗിക്കുന്നത്. ഇന്നഹു ഹുവസ് സമീഉൽ അലീം. അവനാകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകട്ടെ, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായി കേൾക്കുകയും അറിയുകയും ചെയ്യുന്നവനുമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ പരിശുദ്ധമായ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ടുള്ള ആ രാത്രി എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ശ്രേഷ്ഠമായൊരു രാത്രിയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രാത്രിയിൽ ആ 10 ദിവസം ഏതാണ് ആ രാത്രി എന്ന് വ്യക്തമായിട്ട് നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല. എന്നാൽ നമുക്ക് വിശുദ്ധ ഖുർആനിൽ നിന്നും തിരു ഹദീത്തിൽ നിന്നും മനസ്സിലാക്കുമ്പോൾ റമളാനിൻ്റെ അവസാനത്തെ 10-ലാണ് ഈ രാത്രി ഇറങ്ങിയിട്ടുള്ളത്, ഈ രാത്രിയുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ അവസാനത്തെ 10-ൽ നിങ്ങൾ ഇഅ്തികാഫ് ഇരിക്കുക, ആ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടുന്ന് അവിടുത്തെ മുണ്ട് മുറുക്കിയെടുക്കുകയും സജീവമാവുകയും ചെയ്യും എന്നൊക്കെയുള്ള ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുജാവിറു ഫിൽ അശ്രിൽ അവാഖിരി മിൻ റമളാൻ.
റമളാനിൽ നിന്നുള്ള അവസാനത്തെ 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങേയറ്റം സജീവമാകുമെന്നാണ്. വയഖൂലു തഹറു ലൈലത്തുൽ ഖദ്രി ഫിൽ അശ്രിൽ അവാഖിരി മിൻ റമളാൻ. ആ ലൈലത്തുൽ ഖദ്റിനെ, ആ ശ്രേഷ്ഠമായ രാത്രിയെ അവസാനത്തെ 10 നിങ്ങളതിനെ പ്രതീക്ഷിക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഇനി നമുക്ക് ആ രാത്രിയിൽ മുഴുവനായി ഇരിക്കാൻ സാധിക്കാത്തവരുണ്ടാകും. അങ്ങനെയുള്ളവർ എത്രയാണോ കഴിയുന്നത് എങ്കിൽ ആ കഴിയുന്നത് ആ രാത്രിയിൽ ഇരിക്കുകയും ധാരാളമായിട്ട് സൽക്കർമ്മങ്ങളിൽ മുഴുകുകയും ദിക്റുകളിലും ദുആകളിലും ജമാഅത്ത് നമസ്കാരങ്ങളിലും സുന്നത്ത് നമസ്കാരങ്ങളിലും അങ്ങനെയുള്ള ധാരാളം സൽക്കർമ്മങ്ങൾ നേടിയെടുക്കാൻ അവസാനത്തെ 10 നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള അവസരങ്ങളെ ഉപയോഗപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. والسلام عليكم ورحمة الله وبركاته. وأظلنا شهر السلام ضيف يزور بكل عام فإذا أهل هلاله في الكون ينحسر الظلام في الكون ينحسر